ഫ്രണ്ട്സ്, ഇപ്പം നമ്മളിവിടെ വന്നിരിക്കുന്നത് മേമയുടെ വീട്ടിലാണുള്ളത്. മേമയുടെ വീട്ടിൽ നമുക്ക് മേമേനെ ഒന്ന് പരിചയപ്പെടണം. കാരണം ഒരു സ്ട്രോങ് വുമണാണ് എല്ലാ കാര്യത്തിലും. സ്റ്റിച്ചിങ് ആണെങ്കിലും യോഗയാണെങ്കിലും ജിം ട്രെയിനിങ്ങിലാണെങ്കിലും ആളൊരു എന്താ പറയുക, ഒരു സ്ട്രോങ് വുമണാണ്. അപ്പോൾ ആളെ ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം വീഡിയോ. അപ്പോൾ ആളെക്കുറിച്ച് നമുക്കൊന്ന് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ആളോട് തന്നെ ചോദിച്ചറിയാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇതാണ് മേമ ഇവിടെ ഇരിക്കുന്നുണ്ട്, എല്ലാം റെഡി ആക്കിയിട്ട്. യോഗ പഠിപ്പിക്കുന്നുണ്ട്. അത്യാവശ്യം പെൺപിള്ളേരൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ആയതുകൊണ്ടാണ് പിള്ളേര് കുറഞ്ഞിരിക്കുന്നത്. പിള്ളേര് ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു, പെൺപിള്ളേരുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ജെന്റ്സ് കുറച്ച് വരണുണ്ട്. വണ്ണം കുറഞ്ഞല്ലേ? എക്സസൈസ് ചെയ്യണ്ട്, ബോഡിക്ക് വേണ്ടിട്ട് നമ്മള് ജിമ്മ് ചെയ്യണ്ട്. ഞാനൊരു 15 കിലോളം ഇപ്പൊ വെയിറ്റ് കുറച്ചിട്ടുണ്ട്. എക്സസൈസ് എന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല. പക്ഷെ ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന 1-2 ടിപ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് കാണിച്ചു തരാൻ പറ്റും. അതിന് കുഴപ്പമില്ല, ഡെയിലി ചെയ്താൽ മതി. പിന്നെ നമ്മള് വെറുതെ ഇരിക്കുമ്പോ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ബോഡി ഒന്ന് ഹീറ്റ് ആക്കാന്നുള്ളതാണ്, ചൂടാക്കാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ യോഗയ്ക്ക് ഇരിക്കണതിന് മുമ്പോ അല്ലെങ്കിൽ നന്നായിട്ട് റിലാക്സ് ചെയ്തിരിക്കുക. എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ വർക്കൗട്ടുകൾ ചെയ്യാൻ നോക്കാം യോഗയിൽ തന്നെ. പിന്നെ അല്ലാണ്ട് നമ്മൾ ഓടി വന്ന് ഒന്നും ചെയ്യാൻ നിൽക്കരുത്, റിലാക്സ് ചെയ്തിട്ട് ചെയ്യണം. അതാണ്. ഓക്കെ. ഫുഡ് കൺട്രോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഡെലിവറി കഴിഞ്ഞിരിക്കണാണല്ലോ, പെട്ടെന്ന് ആവാം. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റൂല, കൊച്ചു പാല് കുടിക്കണതല്ലേ. അപ്പോ കുറച്ച് കൺട്രോൾ ചെയ്ത് പോരാം. അതായത് നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം പകുതിയാക്കി കഴിക്കുക, കറക്റ്റ് ടൈമിന്. വെള്ളം നല്ലോണം കുടിക്കുക. പിന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ നല്ലോണം 1-2 ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം. ഫുൾ ബോഡി നമുക്ക് കുറയ്ക്കാതെ ഇങ്ങനെ ചെറിയ വയറ്, പിന്നെ ഈ ബാക്ക്, ബെല്ലി, അതിനിപ്പോ നിങ്ങൾക്ക് പ്രായമൊക്കെ കുറവല്ലേ, അപ്പൊ ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ആ ടിസ്റ്റ് കണ്ടിന്യൂ ചെയ്താൽ മതി. പിന്നെ ആപ്സ് വർക്ക് കുറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ യോഗയെ തന്നെ ചെറുതായിട്ട് ഇരുന്നിട്ട് അതിന്റെ കുറച്ച് ടിപ്സ് ഒക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. ഓക്കെ, കാണാം. എളുപ്പത്തിലുള്ളത് കാണിച്ചു തരാം. പക്ഷെ അത് നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നിയാലും അതിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം, എന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കണം. അതെ, കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ നമ്മുടെ ആപ്സിനുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് വരും. നമുക്ക് നല്ല ഉഷാറായിരിക്കും. ഡെയിലി ചെയ്യും യോഗ ചെയ്യും. രാവിലെ ചെയ്യണതാണ് നല്ലത്. രാവിലെ വൈകിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കണതിന് മുമ്പ് ചെയ്യണമായിരിക്കും. അപ്പൊ ശരി, നമുക്ക് ഇതെങ്ങനെയാണ് യോഗ സിമ്പിൾ ആയിട്ട് ചെയ്യണേന്ന് നമുക്ക് കാണാം. ഓക്കെ. ഇപ്പൊ മേമ നമുക്ക് 2-3 എക്സസൈസ് കാണിച്ചു കൊടുക്കാൻ പോകുന്നല്ലേ, യോഗ കാണിച്ചു കൊടുക്കാൻ പോകുന്ന. അപ്പൊ നമുക്ക് എങ്ങനെ ഇരിക്കണോ, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകങ്ങളുണ്ടോ? ശരിക്കും യോഗ ചെയ്യണതിന് മുമ്പ് നമ്മള് കിഴക്ക് പടിഞ്ഞാറ് ദർശനത്തിൽ ഇരിക്കണതാണ് കുറച്ചും കൂടെ ബെറ്റർ. ഇത് കിഴക്ക് വശമാണ്, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാം. ഇപ്പൊ നമ്മള് യോഗയിൽ ഇരിക്കാൻ പോവാണ്. ഫുൾ യോഗയല്ല ചെയ്യാൻ പോണത്, സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഈ കുട്ടിക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മള് ചെയ്ത് കൊടുക്കാൻ പോണത്. ഓക്കെ. അപ്പൊ നമുക്ക് പറ്റുകയാണെങ്കിൽ ഇങ്ങനെ മുട്ടുകുത്തി നിക്കാൻ പറ്റുകയാണെങ്കിൽ മുട്ടുകുത്തി നിക്കാം. മുട്ടുകുത്തി നിന്നിട്ട് റിലാക്സ് ചെയ്യാന്ന് വെച്ചാല് ബ്രീത്ത് ഒന്ന് എടുത്തു കൊടുക്കാന്നുള്ളതാണ്. ബ്രീത്ത് നമ്മൾ എടുക്കുമ്പോ ഡൗൺ എന്നിട്ട് ബ്രീത്ത് എടുത്തതിന് ശേഷം പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വജ്രാസനത്തിൽ ഇരിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കാം. വജ്രാസനത്തിൽ ഇരിക്കാന്ന് വെച്ചാൽ മുട്ട് കുത്തിട്ട് കാലിൽ ലേശകത്തി കൊടുക്കുക. പയ്യെ ഇങ്ങനെ ഇരിക്കാൻ ശ്രമിക്കാം. ഇങ്ങനെ പറ്റുമോന്ന് നോക്കാം. ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കാം. ഇരുന്നിട്ട് ശരിക്കും ബ്രീത്ത് എടുക്കാം. കൈ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബ്രീത്ത് പിടിച്ചു നിർത്താൻ പറ്റിയാൽ നല്ലതാണ്. കുറച്ച് റിലാക്സ് ചെയ്ത് ഡൗൺ ചെയ്യാം. ഇൻഹേൽ എക്സേൽ എങ്ങനെ വേണമെങ്കിലും ഉള്ളിലേക്കും വലിക്കാം പുറത്തേക്കും വിടാം. അങ്ങനെ ചെയ്ത് പോവാം.
അതിനുശേഷം നമ്മൾ ഈ കൈ എടുത്തിട്ട് ബാക്കിലേക്ക് ഒന്ന് കൊടുക്കാം. അപ്പൊ വയറ് ടൈറ്റ് ചെയ്യാം. കൈ ഇങ്ങനെ ബാക്കോട്ട് കെട്ടാന്നുള്ളതാണ്. പറ്റുമെന്ന് ശ്രമിച്ചു നോക്കാം. ശ്രമിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ലല്ലോ. എന്നിട്ട് പയ്യെ ആബ്സ് വയറ് ടൈറ്റ് ചെയ്യാം. എന്നിട്ട് ട്രൈ ചെയ്യാം. ബ്രീത്ത് എടുക്കാം. ശ്വാസം വിടാം. വീണ്ടും ഇതൊരു 3 പ്രാവശ്യം. 3 ആദ്യം, പിന്നെ അങ്ങനെ കൂട്ടി കൂട്ടി കൂട്ടിടുക. വയറ് ടൈറ്റ് ചെയ്യാം. വയറുള്ളിലേക്ക് കൊടുക്കാം. സൈഡ് വശത്തെ ലോക്ക് അഴിക്കാൻ പാടില്ല. ബാക്ക് സൈഡിൽ ഞാൻ ഈ ലോക്ക് ചെയ്തേക്കണത് നമ്മള് വിടാൻ പാടില്ല. ഇത് ചെയ്യുമ്പോൾ തന്നെയുമല്ല സീറ്റ് അനങ്ങാനും പാടില്ല. ഫസ്റ്റ് ടൈം കുഴപ്പമില്ല, ചിലപ്പോൾ അനങ്ങിന്നിരിക്കും. പക്ഷെ അതാണ് അതിന്റെ ഒരു രീതി. എന്ന് വെച്ചാൽ ഈ സീറ്റ് നമ്മൾ ഇരുന്നോടത്ത് തന്നെ ഇരുന്നിട്ട് ശ്വാസം എടുത്ത് വേണം ചെയ്യാൻ. പക്ഷെ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് ചിലപ്പോൾ അത് സാധിച്ചൊന്നും വരില്ല. അപ്പൊ അത് ട്രൈ ചെയ്തോണ്ടേ ഇരിക്കാം. വയറ് കൊടുക്കുക. നെറ്റി ചെന്ന് തറയിൽ മുട്ടുകയും ചെയ്യണം. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. അതാണ് ഒരു മെത്തേഡ്. അടുത്ത മെത്തേഡ് അതുപോലെ കാല് നീട്ടി കൊടുക്കാം. നമ്മുടെ ഈ 2 കൈയുടെ മുട്ട് സിമ്പിൾ ആണിത്, എന്നാ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ മുട്ട് ഇതിങ്ങനെ തറയിൽ മുട്ടിക്കാം. അത് തിരിച്ചുവിടാം. മുട്ട് മുട്ടിക്കണം, അല്ലാണ്ട് ശ്രദ്ധിക്ക. കണ്ട ഇത് എത്ര പ്രാവശ്യം ചെയ്യണോ ഒരു ദിവസം? 10 പ്രാവശ്യം ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ ഒരുപാട് വർക്കൗട്ടുകളുണ്ട്. ഇങ്ങനെ ഇരുന്നിട്ട് തന്നെ ഒരുപാടുണ്ട്. കൈ ബാക്ക് എടുക്കുക, അടിച്ചു കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് നല്ലതാ. ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് വരും. ഒത്തിരി കാര്യങ്ങളുണ്ട് യോഗയില്. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ടാണ് ഇപ്പൊ ഇത് കാണിച്ചേക്കുന്നത്. ഒരുപാട് വർക്കൗട്ട് ഉണ്ട്. പിന്നെ സ്ട്രെച്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞില്ല. അപ്പൊ ഏതെങ്കിലും ഒരു സ്ട്രെച്ചിങ് യോഗാസനം പറഞ്ഞു കൊടുക്കും? സ്ട്രെച്ചിങ്ങും യോഗാസനം ഒക്കെ ചെയ്യാം. പക്ഷെ ഇപ്പൊ ഇവിടത്തെ ഒരു രീതിയൊക്കെ വീടാണല്ലോ, ജിമ്മിലാണ് സാധാരണ നമ്മളത് ചെയ്യാറെങ്കിലും ഞാൻ ചെറുതായിട്ടൊന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ. ഇപ്പൊ മേമ ജിമ്മൊക്കെ നടത്തുന്നുണ്ടല്ലോ, അവിടുത്തെ പിള്ളേർക്ക് ഇപ്പൊ മെഷീൻ വർക്ക് മാത്രമാണോ ഇല്ല യോഗ ഒക്കെ പഠിപ്പിക്കുന്നുണ്ടോ? മെഷീൻ വർക്കൗട്ട് മാത്രമല്ല നമ്മൾ ചെയ്യിപ്പിക്കണേ, യോഗ ചെയ്യിപ്പിക്കാറുണ്ട് അത്യാവശ്യം ചില ആൾക്കാർക്ക്. ഇപ്പൊ യോഗനോട് താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, സ്ട്രെച്ചിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ലേഡീസിന് എന്തായാലും സ്ട്രെച്ചിങ് ഒക്കെ ചെയ്തേ പറ്റൂ. അതായിരിക്കും കൂടുതലും. ലേഡീസിന് നല്ല സ്ട്രെച്ചിങ് ആണ്. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു സ്ട്രെച്ചിങ് ഒക്കെ 1-2 വേണമെങ്കിൽ കാണിച്ചു തരാം. ഒരു യോഗാസനത്തിൽ എന്തെങ്കിലും ഒരെണ്ണം അത് കാണിച്ചു തരാം. അപ്പൊ എല്ലാം കൂടെ നമുക്ക് സമയമില്ല. ഓക്കെ ശരി, നോക്കാം. ഞാനപ്പോ സ്ട്രെച്ചിങ് 1-2 കാണിച്ചു തരാം. നമുക്ക് ഇങ്ങനെ മുട്ടുകുത്തി കാലിങ്ങനെ വെക്കാം. സ്ട്രെച്ച് ചെയ്യാം. സ്ട്രെച്ച് ചെയ്ത് പയ്യെ മെല്ലെ കാല് സ്ട്രെച്ച് ചെയ്യുമ്പോ ഈ മൂക്ക് വന്നിവിടെ. അപ്പൊ ഇതാണ് മേമയുടെ സീക്രട്ട് അല്ലേ? അടുത്ത കാല് അതുപോലെ സ്ട്രെച്ച് ചെയ്യാം. പയ്യെ അപ്പൊ പൊട്ടടിക്ക് നമുക്ക് ഇത് ചെയ്ത കാലുവേദന ബാക്ക് അതിനൊക്കെ എടുക്കില്ലേ? ആദ്യം നമ്മള് ഇപ്പൊ ഇങ്ങനെ കാലൊറ്റടിക്ക് ഇങ്ങനെ നീട്ടണ്ട. ആദ്യം ഇങ്ങനെ കാണിച്ചു വിടാ. കുറച്ച് ദിവസം അങ്ങനെ കാണിച്ച് കാല്. അതുപോലെ കാല് മാത്രല്ല, കൈയും എല്ലാ സംഭവങ്ങളും ഓരോ പാർട്സ് ആയിട്ട് നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ അതുപോലെ തന്നെ യോഗാസനത്തില് അതുപോലെ നമുക്ക് ബോഡി ഈ നടുവിന് പെയിനൊക്കെ ഉണ്ടാവുമ്പോ അതിനൊരു ഉഷ്ട്രാസനം എന്ന് പറഞ്ഞ സംഭവമുണ്ട്.
ആ ഉഷ്ട്രാസനം ചെയ്യുക. അതുപോലെ ഒത്തിരി ഉണ്ട് കാര്യങ്ങൾ. ഇപ്പം അതിൽ ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. പിന്നെ അതുപോലെ ഒരു ചക്രാസനം കാണിച്ചു തരാം. അത് നിങ്ങൾ കണ്ടു നോക്കും. ഇപ്പം നമുക്ക് ബോഡി നടുവേദന കൈവേദന അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളിങ്ങനെ ഇരുന്നിട്ട് കൈ ഇങ്ങനെ ശരിക്കും ഫ്രണ്ടോട്ടും ബാക്കോട്ടും നന്നായിട്ട് ഇങ്ങനെ വീശി കൊടുക്കുക, കറക്കി കൊടുക്കുക. അല്ലേ? അത് കഴിഞ്ഞ് ഈ കൈ ഇങ്ങനെ ഇങ്ങനെ കറക്കാം, ഇവിടെ പിടിക്കുക. ഈ കൈ ഇങ്ങനെ കറക്കാം, ഇവിടെ പിടിക്കുക. റിലാക്സ്. കുറച്ച് നേരം റിലാക്സ് ചെയ്യുക. അപ്പം നമ്മുടെ ഈ ഇവിടെ നടുഭാഗത്തേക്കുള്ള പെയിനൊക്കെ ഉണ്ടെങ്കിൽ അത് പൊക്കോളും. യോഗാസനത്തിൽ ഒരു ചക്രാസനം ഉണ്ട്. അത് വേണമെങ്കിൽ ഒന്ന് ഞാൻ ട്രൈ ചെയ്തോ. ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞ് നമുക്ക് ധൈര്യമായിട്ട് എന്ത് വേണം ചെയ്യാം. എല്ലാ വർക്കൗട്ടും ചെയ്യാം. ബാക്ക് പെയിൻ ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ അടുത്ത ഒരു സംഭവം എന്ന് വെച്ചാല് ഇങ്ങനെ ഇരിക്കാം. ജസ്റ്റ് ഒന്ന് പയ്യെ കിടന്നു കൊടുക്കാം. കൈ ഇങ്ങനെ കുത്താം. കൈ ബാക്കിൽ ഇങ്ങനെ കുത്തി കൊടുക്കാം. കാല് പയ്യെ ഇങ്ങനെ വലിക്കുക. പയ്യെ തല ഉയർത്താം. ഹോൾഡ് ചെയ്യാം. ഇത് കാണാൻ ഭയങ്കര ഡിഫിക്കൽട്ടാ. ഇത് പെട്ടെന്ന് ചെയ്യണ്ട, ട്രൈ ചെയ്തോണ്ടിരിക്കുക. മനസ്സിലായോ? അതൊക്കെ ബാക്ക് പെയിൻ ഒക്കെ നല്ലതാണ്. റിലാക്സേഷൻ. അത് കഴിഞ്ഞു കുറച്ചു നേരം റിലാക്സ് ചെയ്യാം. നമുക്ക് പതുക്കെ ബോഡി ഫ്ലെക്സിബിൾ ആകാൻ എന്തൊക്കെ ചെയ്യുന്നത്? ഫ്ലെക്സിബിൾ ആവാൻ നമ്മളിത് പയ്യെ പയ്യെ യോഗ തന്നെ ചെയ്തിട്ട് ഓരോ പാർട്സിന് ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരു സൈഡ് ചെയ്യാം. എന്ത് ചെയ്യുമ്പോഴും ഓപ്പോസിറ്റ് ചെയ്യാം. ഫ്രണ്ട് എടുത്താ ബാക്ക് എടുക്കാം. അതുപോലെ ഇത്തിരി ബോഡി ഫ്ലെക്സിബിൾ ആവും. ഇതൊക്കെ ചെയ്യാൻ എളുപ്പമാകും അല്ലേ? എളുപ്പം. ഫിംഗർ ട്വിസ്റ്റ് ചെയ്യാം. ഫിംഗർ വെച്ചിട്ട് ലെഗിന് ചെയ്യാം. സൈക്ലിംഗ് ചെയ്യാം. കാല് വെച്ചിട്ട് മൊത്തം നമ്മൾ ഫ്രീ ആവണം. ഹെൽപ്പ് അതാവും. പിന്നെ നമ്മൾ മാക്സിമം പിന്നെ ഒരു സംഭവം ശ്രദ്ധിക്കാം. അതായത് ബോഡി മൊത്തം മുകളിലേക്ക് ബോഡി റിലാക്സ് ചെയ്ത് നിർത്താം. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട. അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ സൈഡ് ബെൻഡ് ഉണ്ട്. അതൊക്കെ നിങ്ങളെ കൊണ്ട് പെട്ടെന്ന് ആവുമെന്ന് എനിക്ക് തോന്നണില്ല. എങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. സൈഡ് ബെൻഡ്, സൈഡ് ഇതൊക്കെ 1 മിനിറ്റ് നിൽക്കാം. 2 സൈഡും. ഇവിടെ ഇപ്പൊ ഈ ഒരു പരിസരത്തിൽ നമുക്കത് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഓപ്പോസിറ്റ് കൊടുക്കണം. പ്ലാങ്ക് കൊടുക്കുക. ഇത് നമ്മള് ലെഗും കയ്യില് ബാലൻസ് ചെയ്യണം ബോഡി അല്ലേ? ഇത് ഏതൊരു ഹെൽപ്ഫുൾ ആവും ഈ ഇതൊക്കെ ആർട്സിനൊക്കെ നല്ലതാ. ഇങ്ങനെ എത്ര നേരം നമുക്ക് നിൽക്കാൻ പറ്റും എന്നൊക്കെ നോക്കാം. ഒരു 60 സെക്കൻഡ് നല്ലതായിരിക്കും. പിന്നെ അത് കൂട്ടി കൊണ്ടുവരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു ഹാഫ് ആൻ അവറിൽ ഒരു കുറച്ച് വെജിറ്റബിൾ ഡിഷസ് ഒക്കെ നമ്മളൊന്ന് തയ്യാറാക്കി എടുക്കാൻ പോവാണ്. അതിന് നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ മേമയൊക്കെ ഉണ്ട്. മേമ നമുക്ക് ഹെൽപ്പ് ചെയ്യും. മേമയുടെ ഡിഷസ് ആണ് മെയിനായിട്ട്. എൻ്റെ ഡിഷൊന്നും അല്ല. വെജിറ്റബിൾ വയ്ക്കാനൊന്നും എനിക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നല്ല. അപ്പോൾ നമ്മളൊരു ഹാഫ് ആൻ അവറിൽ ഒരു കിടുക്കാച്ചി ഒരു സാധനം ഉണ്ടാക്കാൻ പോകണം. അവിയൽ, സാമ്പാർ. ഫ്രണ്ട്സ്, നമ്മളൊരു 5 മിനിറ്റിനുള്ളിൽ ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ട് വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ അപ്പോൾ എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടട്ടെ. അപ്പോൾ പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മുളക്, ഉണക്കമുളക് കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് ഞരട്ടിയിട്ട് കുറച്ചിങ്ങനെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 5 മുളക് എടുത്തിട്ട് അത് ഇട്ട് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചിക്കറിയാണ്. വലിയ സംഭവമൊന്നുമല്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ലേശം ഉപ്പാണ് ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന്. കാരണം ഓയിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു 5-6 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇതിനകത്തിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് നമ്മുടെ ഇഞ്ചി നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, മടി പിടിക്കരുത്. ഇഞ്ചി നന്നായിട്ട് വറുത്തെടുത്തിട്ടാണ് അടുത്ത മസാലകൾ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് നമുക്കൊന്ന് തട്ടി കൊടുക്കാം.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലാസ് 3 ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി മിക്സ് ചെയ്ത് നന്നായിട്ട്. പുളിവെള്ളമാണ് ചേർക്കാൻ പോണത്. അപ്പോൾ ലേശം അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുമ്പോൾ ലേശം പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കണേ, കുറേശ്ശെ. അപ്പോൾ ഇഞ്ചിയിൽ കുറേശ്ശെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. ലേശം നന്നായിട്ട് ഇളക്കണം. ഒരു നിമിഷവും നമുക്ക് കൈ റെസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വേഗം ചെയ്യുക, കത്ത് പിടിക്കരുത്. നന്നായിട്ട് ഇഞ്ചിയൊക്കെ ഒന്ന് പ്രസ്സൊക്കെ ചെയ്ത് നോക്കുക. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ലേശം പുളി ഒന്നുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരുമിച്ച് ആഡ് ചെയ്യരുത്. നന്നായിട്ട് ഡീപ്പായിട്ട് ചെയ്തിട്ട് ടൈറ്റ് ആക്കണം. ഗ്രേവി ഒന്ന് ടൈറ്റാക്കി എടുക്കണം അതിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇഞ്ചിക്കറി റെഡിയാവും. ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിക്കറി റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് തീ ഓഫ് ചെയ്യാം. അവിയൽ കറി, ഇഞ്ചിക്കറി, സാമ്പാർ, ചോറ്, പപ്പടം, ഉപ്പിലിട്ട മുളക് ഇതെല്ലാം നമ്മൾ ഈ അരമണിക്കൂറിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജാൻസീസ് വേൾഡിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സന്ദർശിക്കുക. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും ജാൻസീസ് വേൾഡ് എന്ന് പറഞ്ഞാൽ. ആ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ഹെൽത്ത് ടിപ്സുകളും ജിം വർക്കൗട്ടായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസും നമ്മൾ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തുടർന്നും വീഡിയോ കാണുന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇത്ര എഫോർട്ട് എടുത്ത് നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് ചെയ്യുന്നതാണ്. ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക.